നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ഈശ്വര, സമയത്ത് തന്നെ ഇങ്ങ് എത്തിയല്ലോ. ആശ്വാസമായി. എന്റെ തമ്പിയേട്ട, ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ടെൻഷൻ ശ്രീയുടെ കൂടപ്പുറപ്പാണല്ലോ, അതിന് മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്ത് വേണോന്നാ തമ്പിയേട്ടൻ പറയുന്നേ? ഇന്നലെ വൈകിട്ട് തന്നെ തിരിച്ചെത്തൂന്നല്ലേ തമ്പിയേട്ടൻ ആദ്യം പറഞ്ഞത്. പിന്നീടത് പുലർച്ചയ്ക്കാക്കി. അതിരാവിലെ വരുമെന്ന് പറഞ്ഞ ആളെ ഇതുവരെയും കാണാതിരിക്കുമ്പോ പിന്നെ ടെൻഷനാവുന്നത് കുറ്റാ? അല്ല, എന്താ ലേറ്റ് ആയത്? ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഞാൻ കരുതി ഇന്ന് സന്ദീപിന് വേണ്ടി പെണ്ണ് കാണാൻ പോകുന്ന വീട്ടില് തമ്പിയേട്ടൻ ഇല്ലാതെ പോകേണ്ടി വരുമെന്ന്. എന്തായാലും അതിന് ഇടവരുത്തിയില്ലല്ലോ ദേവി. ഞാനില്ലെങ്കിൽ ഇപ്പൊ എന്താ, നിങ്ങൾ അമ്മയും മോളും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ അവന്റെ കൂടെ. എന്നാലും അതല്ലല്ലോ അതിന്റെ രീതി. ആദ്യം കാണുമ്പോ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരാളുടെ കുറവ് അവർക്ക് തോന്നാൻ പാടില്ലല്ലോ. അതെ, പറ്റുമെങ്കിൽ നമുക്ക് കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമാക്കണം. അതൊക്കെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ. അല്ല, പെണ്ണ് കാണൽ ചടങ്ങിന് വരാൻ അവന് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ അല്ലേ? അവിടെ വന്നിട്ട് എന്തെങ്കിലും അസ്വാഭാവികമായി പെരുമാറിയാൽ എല്ലാവർക്കും അതൊരു ക്ഷീണമാവും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ആദ്യം ഒരു താല്പര്യക്കുറവൊക്കെ കാണിച്ചെങ്കിലും ഞാൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തപ്പോ അവനത് മനസ്സിലായി. ഇത്ര പെട്ടെന്ന് അവനിങ്ങനെ മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അമ്മയും അവനോട് കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചായിരുന്നു. അത് ഗുണം ചെയ്തു. എന്തായാലും ദേവി എന്റെ പ്രാർത്ഥന കേട്ടൂന്ന് തന്നെ പറഞ്ഞാ മതിയല്ലോ. നമുക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അധികം വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കല്യാണം നടത്തണം. എന്താ തമ്പിയേട്ടൻ ആലോചിക്കുന്നേ? അല്ല, ശ്രീ പറയുന്ന പോലെ ഇടിപിടിയിന്ന് കല്യാണം നടത്താൻ പറ്റുമോ? എത്ര സ്പീഡപ്പ് ആക്കിയാലും കുറഞ്ഞതൊരു 3 മാസമെങ്കിലും എടുക്കും കല്യാണത്തിന്. അത് സാരമില്ല. 3 മാസം എന്ന് പറയുന്നത് ദാന്ന് പറഞ്ഞങ്ങ് പോവൂലേ. കല്യാണ ഒരുക്കവും വിളിയും കൂടിയൊക്കെ ആവുമ്പോ ആ സമയം അങ്ങ് മാറിക്കിട്ടും. പിന്നെ എല്ലാം ശരിയായി വന്നാ 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവന്റെ വിവാഹ നിശ്ചയം അങ്ങ് നടത്തണം. തമ്പിയേട്ടാ, നിശ്ചയം നേരത്തെ വേണമെന്ന് പറയാൻ കാര്യം, പെണ്ണിന്റെ മോതിരം അണിഞ്ഞു കഴിഞ്ഞാ അവന്റെ മനസ്സിൽ നിന്ന് അനാവശ്യ ചിന്തകളൊക്കെ അങ്ങ് മാറിക്കിട്ടും. പെണ്ണും ചെക്കനും ഇടയ്ക്കിടയ്ക്ക് കാണുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ അവൻ ശ്രമിക്കില്ല. ശരിയല്ലേ? തമ്പിയേട്ടൻ എന്താ ചിരിച്ചു കളഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാര്യമൊക്കെ ശരിയാ. ഞാൻ ചിരിച്ചതേ ദേവൂട്ടിയെ അവന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാനുള്ള ശ്രീമതിയുടെ സൈക്കോളജിക്കൽ മൂവ് ഓർത്തിട്ടാ. കളിയാക്കണ്ട തമ്പിയേട്ട. മക്കളുടെ നല്ലത് ആഗ്രഹിക്കുന്ന അമ്മമാര് അതിനു വേണ്ടി ഏതറ്റം വരെയും പോവും. അല്ല, സന്ദീപ് എവിടെ? അവൻ ഇതുവരെ റെഡിയായില്ലേ? അവനും മുത്തശ്ശിയും കൂടി കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോയിരിക്കുക. തമ്പിയേട്ടൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും അവരിങ്ങെത്തും. വർഷയും റെഡിയായിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. വേഗം പോയി ഫ്രഷായി വരൂ. പിന്നെ രാഹുകാലത്തിന് മുൻപ് നമുക്ക് അവരുടെ വീട്ടിൽ ചെല്ലണം. ഞാൻ എപ്പോഴേ റെഡി. ഞാൻ കാരണം ഇറങ്ങാൻ ലേറ്റ് ആവണ്ട. ഒരു 5 മിനിറ്റ്. ഓക്കെ? എന്റെ ദേവി, പോകുന്ന കാര്യം മംഗളമാക്കി തരണേ. വിശേഷാൽ പൂജ നടക്കുന്നത് കൊണ്ടാണോ സുകുമാരിയമ്മയും ചെറുമകനും ഇന്നും വന്നത്? അതുമാത്രമല്ല തിരുമേനി, ഇന്ന് ഇവനാദ്യമായിട്ട് ഒരു പെണ്ണുകാണൽ ചടങ്ങിന് പോവുക. അതിന് ദേവിയുടെ അനുഗ്രഹം കൂടി വാങ്ങാനാ വന്നത്. ഓ,
അതേതായാലും നന്നായി. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാം മംഗളമായി വരും. പോ മോനെ.